അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, വാഹത്തുൽ ഇൽമിൻ്റെ പ്രത്യേക പ്രോഗ്രാമായ പ്രാർത്ഥനാ പഠനം എന്ന ആ ഒരു പ്രോഗ്രാമിലാണ് നാം ഏവരും ഉള്ളത്. ഇൻഷാ അള്ളാഹ്, ഇന്ന് നാം പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്ന് അറിയപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ്. നമുക്കൊക്കെ അറിയാം ജീവിതത്തിൽ പാപമോചന പ്രാർത്ഥന എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നരകാവകാശികളായിത്തീരും. അതുകൊണ്ട് തന്നെ അള്ളാഹുവേ, എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണമേ എന്ന പ്രാർത്ഥന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനകളുടെ രൂപം എമ്പാടുമുണ്ട്. അതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. കാരണം ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥനയെ വിശദീകരിച്ചത് ഇപ്രകാരമാണ്: വമൻ ഖാലഹ മിനൻ നഹാരി മൂഖിനൻ ബിഹാ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. ആരെങ്കിലും ഈ പ്രാർത്ഥന പകൽ സമയത്ത് പറയുകയും എന്നിട്ട് വൈകുന്നേരമാവുന്നതിന് മുമ്പ് മരണപ്പെടുകയും ചെയ്താൽ, അതും എങ്ങനെ പറയണം? മൂഖിനൻ ബിഹ, മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് യഖീനോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞ് വൈകുന്നേരമാവുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, ആ വ്യക്തി സ്വർഗ്ഗക്കാരനാണ് എന്നാണ്. അതേപോലെ തന്നെ വമൻ ഖാലഹ മിനൽ ലൈലി വഹുവ മൂഖിനുൻ ബിഹ, ദൃഢനിശ്ചയത്തോടുകൂടി ആരെങ്കിലും ഇത് രാത്രിയിൽ പറയുകയും ഫമാത ഖബ്ല അൻ യുസ്ബിഹ, നേരം വെളുക്കുന്നതിന് മുമ്പ് മരിച്ചു പോവുകയും ചെയ്താൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, ആ വ്യക്തി സ്വർഗ്ഗക്കാരനാണ്. അപ്പോൾ ഇത് പകല് പറഞ്ഞ് വൈകുന്നേരത്തിന് മുമ്പ് മരിച്ചാലും രാത്രി പറഞ്ഞ് നേരം വെളുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാലും സ്വർഗം ഗ്യാരണ്ടി ലഭിക്കുന്ന അത്രയും ഗൗരവമേറിയ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറിൻ്റെ സയ്യിദ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രാർത്ഥന. ഈ ഒരു പാപമോചന പ്രാർത്ഥനയ്ക്ക്, ഇസ്തിഗ്ഫാറിന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പേര് ലഭിക്കാനുള്ള കാരണം എന്താണ്? അറബി ഭാഷയിൽ സയ്യിദ് എന്ന് പറഞ്ഞാൽ ഏതൊന്നിൻ്റെയും റഈസ്, നേതാവ്, തലവനായി നിൽക്കുന്ന ആൾക്കാണ് സയ്യിദ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾക്കൊക്കെ അവരുടെ അവലംബം, അവർക്ക് ആശ്രയിക്കാവുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇസ്തിഗ്ഫാറിലെ സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരടിമ അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണെങ്കിൽ ആ പാപമോചനം തേടുന്നതിൽ ഉത്തരം ലഭിക്കാവുന്ന, അവലംബിക്കാവുന്ന ഗൗരവമേറിയ പ്രാധാന്യമർഹിക്കുന്ന പ്രാർത്ഥനയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പാപമോചനം തേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഈ രീതി തന്നെ സ്വീകരിക്കലാണ് കൂടുതൽ ഖൈറായത്. മറ്റു ലളിതമായ രൂപങ്ങളുണ്ട്, എന്നാൽ ഈ ഒരു രീതിയാണ് കൂടുതൽ അഫ്ദലായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അള്ളാഹ്, ഇനി നമുക്ക് പ്രാർത്ഥനയുടെ ആശയത്തിലേക്ക് പ്രവേശിക്കാം. ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് പറയുകയാണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിൻ്റെ സയ്യിദ് ഇപ്രകാരമാകുന്നു. അപ്പോൾ അത് പ്രവാചകൻ തന്നെ നൽകിയ പേരാണ് എന്ന് മനസ്സിലാക്കുക. എന്താണത്? അൻ തഖൂല, നീ ഇങ്ങനെ പറയലാണ്. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബി, നീയാകുന്നു എൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിനെ അംഗീകരിക്കുകയാണ്. അള്ളാഹു റബ്ബാണെന്ന് പറയുകയാണ്. എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ? സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന, പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകുന്നവനായ സാക്ഷാൽ രാജാവും ഉടമസ്ഥനുമായ അള്ളാഹു, അതാണ് റബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഹീദുർ റുബൂബിയ്യ, രക്ഷാധികാരി അള്ളാഹുവല്ലാതെ, സ്രഷ്ടാവ് അള്ളാഹുവല്ലാതെ വേറെ ആരുമില്ല എന്ന തൗഹീദുർ റുബൂബിയ്യത്ത് അംഗീകരിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബി, നീയാകുന്നു എൻ്റെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലാ അൻത, അടുത്തത് തൗഹീദുൽ ഉലൂഹിയ്യത്താണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധ്യനില്ല, അഥവാ നിന്നെയല്ലാതെ ആരാധിക്കാൻ പാടില്ല,
നിന്നോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, നിന്നോടല്ലാതെ സങ്കടം പറയാൻ പാടില്ല, നിനക്കല്ലാതെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടില്ല. അതിനാണ് തൗഹീദുൽ ഉലൂഹിയ എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൻ്റെ ആശയമാണ്. അപ്പോൾ രണ്ടാമത് പറയുന്നത് തൗഹീദുൽ ഉലൂഹിയത്താണ്. ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ വേറെ ഇലാഹില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ വലിപ്പവും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. അവൻ്റെ റുബൂബിയത്ത് പറഞ്ഞു, അവൻ്റെ ഉലൂഹിയത്ത് പറഞ്ഞു. എന്നിട്ട് പറയുന്നത് ഖലഖ്തനി, നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, വ അന അബ്ദുക, ഞാൻ നിൻ്റെ അടിമയുമാകുന്നു. അപ്പോൾ അള്ളാഹുവാണ് സ്രഷ്ടാവ് എന്ന് അംഗീകരിച്ചു, അള്ളാഹുവിൻ്റെ വലിപ്പം അംഗീകരിച്ചു. അതാണ് ഖലഖ്തനി, നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അതേ സന്ദർഭത്തിൽ തന്നെ അടിമ തൻ്റെ ആ ഒരു ദൗർബല്യവും താൻ എത്രമാത്രം സ്രഷ്ടാവിൻ്റെ മുമ്പിൽ ചെറുതാണ് എന്നതും അംഗീകരിക്കുകയാണ്. അതാണ് പറയുന്നത് വ അന അബ്ദുക, ഞാൻ നിൻ്റെ അടിമയാണ്. കാരണം അടിമത്വം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അടിമ എന്ന് പറയുന്നത് ഒരാൾ തൻ്റെ വിനയവും തൻ്റെ താഴ്മയും തൻ്റെ ലാളിത്യവും തൻ്റെ ദുർബലതയും പ്രകടിപ്പിക്കുന്ന വാക്കാണ് അബ്ദ് എന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ വലിപ്പം പറയുന്നു, സ്വന്തം ദൗർബല്യവും അംഗീകരിക്കുന്നു. അതാണ് വ അന അബ്ദുക, ഞാൻ നിൻ്റെ അടിമയാകുന്നു. പിന്നീട് പറയുന്നത് വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, വ അന തീർച്ചയായും ഞാൻ അലാ അഹ്ദിക നിന്നോട് നടത്തിയ അഹ്ദ്, കരാറ്, അതേപോലെ തന്നെ വ വഅദിക വാഗ്ദാനം, അതിലെല്ലാം ഞാൻ ഉറച്ചു നിൽക്കുന്നു. മസ്തതഅതു എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. ഇയ്യാക നഅ്ബുദു, അതേപോലെ തന്നെ വ ഇയ്യാക നസ്തഈൻ, നിന്നിൽ മാത്രം ഞാൻ തവക്കുലാക്കി നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടുകയുള്ളൂ. ഞാൻ നിന്നെ മാത്രമാണ് അനുസരിക്കുക, നിനക്കിഷ്ടപ്പെട്ട കാര്യങ്ങളെ ഞാൻ ചെയ്യൂ. ഇതൊക്കെയാണല്ലോ ഒരാൾ മുസ്ലിം ആവുന്നതിലൂടെ, മുഅ്മിനാവുന്നതിലൂടെ പ്രഖ്യാപിക്കുന്നത്. ഇപ്രകാരം അള്ളാഹുവേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിന്നെ അനുസരിച്ചുകൊണ്ടും നിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ടും നിന്നിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും നിന്നോട് സഹായം തേടിക്കൊണ്ടും ഞാൻ ജീവിക്കും റബ്ബേ. അങ്ങനെ ഒരു കരാറ് കൂടി നമ്മൾ പറയുകയാണ് റബ്ബിനോട്. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു, അഊദു ബിക ഞാൻ നിന്നിൽ അഭയം തേടുന്നു, മിൻ ശർരി മാ സനഅതു ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതിൻ്റെ എല്ലാ ഷർറുകളിൽ നിന്നും. നമുക്കറിയാം, ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് ഇഹത്തിലും പരത്തിലും അതിൻ്റെ ഒരു അനന്തരഫലം ഉണ്ടാകുന്നുണ്ട്. നന്മയാണെങ്കിൽ നന്മയായിട്ടുള്ള അനന്തരഫലങ്ങൾ, തിന്മയാണെങ്കിൽ തിന്മയായിട്ടുള്ള അനന്തരഫലങ്ങൾ. അപ്പോൾ അള്ളാഹുവേ ഞാൻ ചെയ്ത തെറ്റുകൾ, ആ തെറ്റുകൾ കാരണം ഈ ദുനിയാവിലുണ്ടാകാവുന്ന ഷർറിൽ നിന്നും, ഉദാഹരണത്തിന് ഒരാൾ മദ്യപിച്ചാൽ ഈ ദുനിയാവിൽ തന്നെ ഒരുപാട് ഷർറ് അതിലൂടെ ഉണ്ടാകും. ഒരാൾ വ്യഭിചരിച്ചാൽ ഈ ദുനിയാവിൽ തന്നെ അതിൻ്റേതായ ഒരുപാട് ഷർറുകൾ ഉണ്ടാകും, പരലോകത്ത് വേറെയും. അപ്പോൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഭൗതികമായൊരു ഷർറും ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ പാരത്രിക ലോകത്തും അതിൻ്റേതായ ഒരു തിന്മ, ഒരു ശിക്ഷ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് റബ്ബിനോട് പറയുകയാണ് അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ അറിയാതെ ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ ഈ ദുനിയാവിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മുഴുവൻ ഷർറുകളിൽ നിന്നും, അതേപോലെ തന്നെ ഖബറിലും പരലോകത്തും ഉണ്ടാവാൻ സാധ്യതയുള്ള മുഴുവൻ ഷർറുകളിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു. വളരെ വലിയൊരു പ്രാർത്ഥനയാണ്, ശ്രദ്ധിക്കുക. പിന്നീട് പറയുന്നത് അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള എന്തെല്ലാം നിഅമത്തുകളുണ്ടോ ഞാനത് അംഗീകരിക്കുന്നു റബ്ബേ. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ അംഗീകരിക്കുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അള്ളാഹുവാണ് നിഅമത്തുകൾ നൽകുന്നവൻ എന്നും അവൻ എനിക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട് എന്നും ആ നിഅമത്തുകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്നെ ഞാൻ അവനോട് തെറ്റുകൾ ചെയ്തു പോയി എന്നും അത് വല്ലാത്തൊരു നന്ദികേട് തന്നെയായിരുന്നു എന്നുമുള്ള അംഗീകാരം ആ ഒരു അടിമ സമ്മതിക്കലാണത്. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ നിഅമത്തുകളും റബ്ബേ ഞാൻ അംഗീകരിക്കുന്നു. വ അബൂഉ ലക ബിദംബി, അതേ സന്ദർഭത്തിൽ ആ നിഅമത്തുകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ നിന്നോട് തെറ്റുകൾ ചെയ്തത്, ഞാൻ പാപങ്ങൾ ചെയ്തത്, കുറ്റകൃത്യങ്ങൾ ചെയ്തത്, അതും ഞാൻ അംഗീകരിക്കുന്നു. വ അബൂഉ ലക, ഞാൻ നിന്നോട് അംഗീകരിക്കുന്നു, ബിദംബി, എൻ്റെ പാപങ്ങൾ. അതുകൊണ്ട് റബ്ബേ നീ എന്തു വേണം? ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. ഇത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്താണ്. പാപങ്ങൾ പൊറുക്കുക എന്നത് അള്ളാഹുവിൻ്റെ സിഫാത്തിൽപ്പെട്ടതാണ്. അവൻ ഗഫൂറാണ്, ഗാഫിറാണ്, ഗഫാറാണ് എന്നത് അവൻ്റെ അസ്മാഇകളിലും പെട്ടതാണ്. അപ്പോൾ പാപങ്ങൾ പൊറുക്കുക എന്ന അള്ളാഹുവിൻ്റെ സിഫത്ത്, ഗഫൂർ എന്ന അള്ളാഹുവിൻ്റെ ആ ഒരു ഇസ്മ ഉൾക്കൊള്ളുന്ന സിഫത്ത് കൂടി അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തും ഇതിൽ വരുന്നുണ്ട്. ഇങ്ങനെ തൗഹീദിൻ്റെ 3 ഭാഗങ്ങൾ, ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, അല്ലാഹുമ്മ അൻത റബ്ബി എന്ന് പറയുമ്പോൾ, 2 തൗഹീദുൽ ഉലൂഹിയ്യ, ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് പറയുമ്പോൾ,
മൂന്നാമത്തത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല എന്ന, പാപങ്ങൾ പൊറുക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ സിഫാത്ത്. ഈ അള്ളാഹുവിൻ്റെ 3 തൗഹീദുകളെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വലിപ്പം അംഗീകരിക്കുന്നു. അതേ സന്ദർഭത്തിൽ അടിമ തൻ്റെ ദുർബലതയും അംഗീകരിക്കുകയാണ്. ഏതെല്ലാം വാക്കുകളിലൂടെ? ഖലഖതനീ, നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, അപ്പോൾ ഞാൻ സൃഷ്ടിയാണ്. വ അന അബ്ദുക, ഞാൻ നിൻ്റെ അടിമയാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി നിന്നോടുള്ള കരാറുകളൊക്കെ പാലിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു, അത് അടിമയുടെ മേൽ ബാധ്യതയാണ്. അതേപോലെ തന്നെ ഞാൻ ചെയ്ത ഏതൊരു പ്രവർത്തനത്തിനും അനന്തരഫലമായിട്ടുള്ള ഷർറുകൾ ഉണ്ടാകും, അതിൽ നിന്ന് നീ എനിക്ക് അഭയം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ അഭയമായി കാണുന്ന അടിമയുടെ ദുർബലാവസ്ഥ. അതേപോലെ തന്നെ അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളാണ് ഞാൻ ഈ ദുനിയാവിൽ ആസ്വദിക്കുന്നത് എന്ന അംഗീകാരം. അതെല്ലാം ആസ്വദിച്ചിട്ടും ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് തൻ്റെ തെറ്റുകൾ ഏറ്റുപറയൽ, അത് ഇസ്തിഗ്ഫാറിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ നിഅമത്തുകളും എടുത്തു പറയുക, തൻ്റെ പാപങ്ങളും അംഗീകരിക്കുക. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് പറയുന്നത് ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി വേറെയാരുമില്ല. അപ്പോൾ ഇത്രയും ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് സാധാരണ നിലക്ക് നമുക്ക് അള്ളാഹുവിനോട് പാപമോചനം തേടണമെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവേ ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, നീ എനിക്ക് പുറത്തു തരണമേ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞാൽ തന്നെ പാപമോചന പ്രാർത്ഥനയാണ്. എന്നാൽ ഇതിനെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയാൻ കാരണം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോ വാക്കുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാഉ വസ്സിഫാത്തും അതിലുള്ള തൗഹീദിനെ അംഗീകരിച്ച്, അടിമ തൻ്റെ ദുർബലതകൾ അംഗീകരിച്ച്, ഞാനിനി കരാറുകൾ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ച്, അതാണല്ലോ തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ പരമാവധി നിന്നനുസരിച്ച് ജീവിക്കാമെന്നുള്ള തീരുമാനവും ഉറച്ച പ്രഖ്യാപനവും, ചെയ്തുപോയ തിന്മകളെ അംഗീകരിക്കൽ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അംഗീകരിക്കൽ, പാപങ്ങൾ പൊറുക്കാൻ നീയല്ലാതെ വേറെ ആരുമില്ലാത്തതുകൊണ്ട് നിന്നോട് മാത്രമേ ഞാൻ പാപമോചന പ്രാർത്ഥന നടത്തുകയുള്ളൂ തുടങ്ങിയിട്ടുള്ള ആശയങ്ങളൊക്കെ ഇതിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, ആരെങ്കിലും പകലിൽ ഇത് യഖീനോടുകൂടി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, വെറുതെ നാവ് കൊണ്ട് പറയലല്ല, ശ്രദ്ധിക്കുക, വെറുതെ നാവ് കൊണ്ട് നമ്മൾ ശീലിച്ച ഒരു ദിക്ർ അതല്ലെങ്കിൽ ഒരു ദുആ ചൊല്ലുന്നത് പോലെ ചെല്ലരുത്, മറിച്ച് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇതിലുള്ള ആശയങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ചൊല്ലിയാൽ വൈകുന്നേരത്തിന് മുമ്പ് മരണപ്പെട്ടാൽ ആ വ്യക്തി സ്വർഗത്തിലാണ്. കാരണം അയാൾ തൻ്റെ തെറ്റുകൾ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ എല്ലാ തൗഹീദുകളും ഉൾക്കൊണ്ടുകൊണ്ട് പാപമോചനവും തൗബയും ചെയ്തുകൊണ്ട് മരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലാണ്. അപ്രകാരം രാത്രിയിൽ പറഞ്ഞാലും നേരം വെളുക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാലും സ്വർഗത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന മഹത്തായ ഈ ഒരു പാപമോചന പ്രാർത്ഥന നാം കാണാതെ പഠിക്കുകയും പകലും രാത്രിയുമൊക്കെ ഇത് ചൊല്ലാൻ നാം മറന്നു പോവാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സാന്ദർഭികമായി നമ്മളിത് ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥന പഠനമാണല്ലോ. അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് പറയാവുന്ന ലളിതമായ മറ്റ് 2 രൂപങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിൽ ഒന്ന് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ബിലാൽ ഇബ്നു യസാർ ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ളതാണ്. അഥവാ സെയ്ദ് റളിയല്ലാഹു തആല അൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, അന്നഹു സമിഅ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് ആര് പറയുന്നു? സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്? ശ്രദ്ധിക്കുക. മൻ ഖാല, ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ, അപ്പോൾ അത് ഏത് സമയത്ത് എന്ന് പറഞ്ഞിട്ടില്ല, ഏത് സമയത്തും പറയാം, എത്ര തവണയും പറയാം. എന്താ പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു, ഇസ്തിഗ്ഫാർ നടത്തുന്നു. എങ്ങനെയുള്ളവനാണ് ആ അള്ളാഹു? അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ഇലാഹില്ല, ആരാധ്യനില്ല. അള്ളാഹുവിൻ്റെ തൗഹീദിനെ അംഗീകരിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു. ഖാലിഖായ, റാസിഖായ, സ്രഷ്ടാവായ, റബ്ബായ അള്ളാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നു. അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. പിന്നീട് പറയുന്നത് അൽ ഹയ്യു, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. അള്ളാഹുവിൻ്റെ 2 അസ്മാഉകളാണ്. അതും ആയത്തുൽ കുർസിയിൽ വന്നിട്ടുള്ള അസ്മാഉകളാണ്. അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകപ്പെടാൻ ഈ അസ്മാഉകൾ ഉപയോഗിച്ചാൽ ഉത്തരം നൽകപ്പെടൽ ഉറപ്പാണ് എന്ന് വരെ പറയപ്പെട്ടിട്ടുള്ള 2 അസ്മാഉകളാണ് അൽ ഹയ്യു, അൽ ഖയ്യൂം.
അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അപ്പോൾ അൽ ഹയ്യ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും അൽ ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞാനിതാ പാപമോചനം തേടുന്നു. വ അതൂബു ഇലൈഹി, ഞാൻ അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു. എന്താണ് തൗബ ചെയ്ത് മടങ്ങുക എന്ന് പറഞ്ഞാൽ? തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും മുക്തനാവുക, ചെയ്തുപോയ തെറ്റുകളോട് അങ്ങേയറ്റം സങ്കടമുണ്ടാവുക, ഇനി ആ തെറ്റ് ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പറയുക, സൃഷ്ടികളോടാണ് അവരറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തതെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുകയോ അവരുടെ അവകാശങ്ങൾ വിട്ടുകൊടുക്കുകയോ ചെയ്യുക. ഈ നിലക്ക് ഞാൻ തൗബ ചെയ്യുകയും ചെയ്യുന്നു എന്ന് ആത്മാർത്ഥമായി ഒരാൾ പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഗുഫിറ ലഹു, ആ വ്യക്തിയുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. വ ഇൻ കാന ഖദ് ഫറ മിന സഹ്ഫ്, അയാൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ആളാണെങ്കിലും ശരി. അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? 7 മഹാപാപങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളതാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക. അതൊരു സൈന്യത്തെ, ഒരു സംഘത്തെ ചതിക്കലാണ്. അങ്ങനെയുള്ള യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന ഗുരുതരമായ തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും ഇങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, വെറുതെ നാവുകൊണ്ടല്ല, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. ഒന്നുകൂടി നമുക്ക് പഠിക്കാം. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നു. അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ വേറെ ആരാധ്യനേയില്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു. അത് ജീവിതത്തിൽ പ്രകടമാവുകയും വേണം. തൗഹീദിന് വിരുദ്ധമായത് ജീവിതത്തിൽ ഉണ്ടാവരുത്. അൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉ വ സിഫാത്തുകളിൽ അടിയുറച്ച വിശ്വാസം വേണം. വ അതൂബു ഇലൈഹി, ഞാൻ അവനിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു. തൗബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേവലം നാവ് കൊണ്ടുള്ള പറച്ചിൽ മാത്രമല്ല, ചെയ്തുപോയ തെറ്റിനെക്കുറിച്ച് ഖേദം വേണം, ആവർത്തിക്കില്ല എന്ന് അള്ളാഹുവിനോട് പ്രഖ്യാപിക്കണം. അതേപോലെ തന്നെ ആ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും മുക്തനായിക്കൊണ്ടായിരിക്കണം. സൃഷ്ടികളോട് ചെയ്ത് അവരുടെ ഹക്കടപാടുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് വീട്ടുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഗുഫിറ ലഹു, ആ പാപം ആ വ്യക്തിക്ക് പൊറുക്കപ്പെടുന്നതാകുന്നു. അതുകൊണ്ട് ഈ ഒരു ദുആ ഇത് വളരെ ചെറിയ ലളിതമായൊരു ദുആ ആണ്. അതുകൊണ്ട് ഈ ഒരു ദുആയും നമ്മൾ കാണാതെ പഠിക്കുകയും നാം സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സമാനമായ ലളിതമായ മറ്റൊരു ദുആ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. സമാനമായത് നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, ഇമാം മുസ്ലിമും മറ്റു മുഹദ്ദിസുകളുമെല്ലാം ഉദ്ധരിച്ച ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലത്ത് ധാരാളമായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിർ, അള്ളാഹുവിൻ്റെ റസൂൽ അധികരിപ്പിച്ചിട്ടുണ്ട്, മിൻ ഖൗലി, ഈ ഒരു ഖൗല്. ഏതാണ് ആ ഖൗല്? സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാ പോരായ്മകളിൽ നിന്നും മുക്തനാണ് എന്നും സൃഷ്ടികൾ അവനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള തെറ്റായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു മുക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നതിനാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുക. വ ബിഹംദിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കുക, അവനെ പ്രശംസിക്കുക, അവൻ്റെ എല്ലാ അസ്മാഉ വ സിഫാത്തുകളെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുക. അപ്പോൾ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു. വ അതൂബു ഇലൈഹി, ഞാൻ അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു. നേരത്തെ നമ്മൾ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി പറഞ്ഞതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതും നമ്മൾക്ക് വർദ്ധിപ്പിക്കാം. സുബ്ഹാനല്ലാഹി വ ബിഹംദി അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, സുബ്ഹാനല്ലാഹി വ ബിഹംദി അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഒരു ദിവസം 100-ലധികം തവണ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനേക്കാൾ ലളിതമായി ഇനി പറയണമെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 100 തവണ പറയാം. അല്ലെങ്കിൽ ഇതിൽ കാണുന്നത് പോലെ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന് പറയാം. അതേപോലെ നേരത്തെ പഠിച്ച അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂമു വ അതൂബു ഇലൈഹി എന്ന് പറയാം. അതേപോലെ തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ വിശദീകരിച്ച ആ വലിയ ദുആ, അതാണ് ഏറ്റവും അഫ്ളലായത്, ശ്രേഷ്ഠമായത്. പരമാവധി 2 തവണയെങ്കിലും എല്ലാ ദിവസവും അങ്ങനെ പറയാനും ശ്രമിക്കുക. എങ്കിൽ ഇൻഷാ അല്ലാഹ് പാപങ്ങൾ പൊറുക്കുന്നവനായ കാരുണ്യവാനായ അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.